Hi everyone, welcome back. Today we are going to discuss some topics from electromagnetic induction. Okay, are you ready? Let us start. What is meant by electromagnetic induction? The phenomena of production of induced EMF and induced current due to a change of magnetic flux linked with a closed circuit is called electromagnetic induction. അപ്പോൾ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ആ ക്ലോസ്ഡ് സർക്യൂട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായാൽ അവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്താൽ അവിടെ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഫിനോമിന ഈസ് കോൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ദ ഫിനോമിന ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് and hence induced current due to a change of magnetic flux linked with a closed circuit is called electromagnetic induction. അപ്പോൾ നമ്മുടെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ആ ക്ലോസ്ഡ് സർക്യൂട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായാൽ അവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ഇൻഡ്യൂസ്ഡ് കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഫിനോമിന ഈസ് നോൺ ആസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കണം. വാട്ട് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? ഓക്കെ, ഇനി ദി ഫിനോമിന ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈസ് ഓഫ് ഗ്രേറ്റ് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഇൻ ഡെയിലി ലൈഫ്. ഇറ്റ് ഫോംസ് ദി ബേസിസ് ഓഫ് പ്രസൻറ്റ് ഡേ ജനറേറ്റേഴ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്. The phenomena of electromagnetic induction was discovered and understood on the basis of the following experiment performed by Faraday and Henry. അപ്പോൾ ഫാരഡേ ആൻഡ് ഹെൻറി പെർഫോം ചെയ്ത ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മൾ ഇനി സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഡയഗ്രാമിലേക്കൊന്ന് പോകാം. ഫസ്റ്റ് ഡയഗ്രാം നോക്കുക. അതിനകത്ത് കണ്ടോ, ഇവിടെ ഒരു ബാർ മാഗ്നറ്റാണ് വെച്ചിരിക്കുന്നത്. ആ ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോള് ഈ കോയിലിനടുത്തേക്ക് കൊണ്ടുവരുവാണ്. വെൻ ദി നോർത്ത് പോൾ ഓഫ് ദി സ്ട്രോങ് ബാർ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ടുവേഴ്സ് ദ കോയിൽ. ദെൻ ഗാൽവനോമീറ്റർ ഷോസ് എ ഡിഫ്ലക്ഷൻ സേ ടു ദ റൈറ്റ് ഓഫ് ദ സീറോ മാർക്ക്. സീറോ മാർക്കിൻ്റെ റൈറ്റിലേക്ക് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കുകയാണ്. അപ്പം നമ്മുടെ ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോള് നമ്മുടെ ക്ലോസ്ഡ് സർക്യൂട്ട് ഉണ്ടല്ലോ, ആ ക്ലോസ്ഡ് കോയിലിനടുത്തേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഗാൽവനോമീറ്ററിൻ്റെ റീഡിങ് സീറോ മാർക്കിൻ്റെ റൈറ്റിലേക്കാണ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. സെക്കൻഡ് കേസ് എന്താണെന്ന് വെച്ചാൽ വെൻ ദി നോർത്ത് പോൾ ഓഫ് ദി ബാർ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് എവേ ഫ്രം ദ കോയിൽ. കണ്ടോ, ഇവിടെ നോർത്ത് പോൾ എവേ ഫ്രം ദ കോയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവാണ്, കോയിലിന് പുറത്തേക്ക് കൊണ്ടുപോവാണ്. മൂവ്ഡ് എവേ ഫ്രം ദ കോയിൽ. ദി ഗാൽവനോമീറ്റർ ഷോസ് എ ഡിഫ്ലക്ഷൻ ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഇവിടെ റൈറ്റിലേക്കാണ് ഡിഫ്ലക്ഷൻ കാണിച്ചതെങ്കിൽ ഇവിടെ വന്നപ്പോൾ ആ ഡിഫ്ലക്ഷൻ എങ്ങോട്ടായി? ലെഫ്റ്റിലേക്കായി. ഇവിടെ നമ്മുടെ ബാർ മാഗ്നറ്റ് മൂവ് ചെയ്തത് കോയിലിനടുത്തേക്കായിരുന്നു. ഇവിടെ വന്നപ്പോൾ ബാർ മാഗ്നറ്റ് മൂവ് ചെയ്ത് കോയിലിൽ നിന്നും അകന്നു പോവുകയാണ് ബാർ മാഗ്നറ്റ്. അപ്പോൾ ആ രണ്ട് കേസിലും ഡിഫ്ലക്ഷനുള്ള ഗാൽവനോമീറ്ററുള്ള ഡിഫ്ലക്ഷനുള്ള ഡിഫറൻസ് നമുക്ക് നോട്ട് ചെയ്യണം. ഓക്കെ, കണ്ട, വെൻ ദി നോർത്ത് പോൾ ഓഫ് എ സ്ട്രോങ് ബാർ മാഗ്നറ്റ് ഈസ് മൂവ് ടുവേഴ്സ് ദ കോയിൽ ദി ഗാൽവനോമീറ്റർ ഷോസ് എ ഡിഫ്ലക്ഷൻ സേ ടു ദ റൈറ്റ് ഓഫ് ദി സീറോ മാർക്ക്. വെൻ ദി നോർത്ത് പോൾ ഓഫ് ദി ബാർ മാഗ്നറ്റ് മൂവ് എവേ ഫ്രം ദ കോയിൽ ദി ഗാൽവനോമീറ്റർ ഷോസ് എ ഡിഫ്ലക്ഷൻ ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് തേർഡ് കേസിൽ നമ്മുടെ മാഗ്നറ്റ് അറ്റ് റെസ്റ്റാണ്. ഓക്കെ, ദി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വിത്ത് എ മൂവിങ് മാഗ്നറ്റ് ആൻഡ് സ്റ്റേഷനറി കോയിൽ. ഇവിടെ റെസ്റ്റിലിരിക്കുവാണ് നമ്മുടെ ബാർ മാഗ്നറ്റ്. റെസ്റ്റിലിരിക്കുമ്പോൾ ഈ ഗാൽവനോമീറ്റർ സീറോ റീഡിംഗ് ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ
If the above experiments are repeated by bringing the south pole of the magnet towards or away from the coil, the direction of the current in the coil is opposite to that obtained in the case of north pole. ഇപ്പോൾ നമ്മൾ ഇപ്പം ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്ന്, ഇനി ബാർ മാഗ്നറ്റിൻ്റെ സൗത്ത് പോളാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഇപ്പം നമ്മൾ സൗത്ത് പോളിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ ഈ ഗാൽവനോമീറ്റർ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ഷൻ കാണിക്കും. ഇനി നമ്മൾ സൗത്ത് പോൾ ഇവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഗാൽവനോമീറ്റർ റൈറ്റിലേക്ക് ഡിഫ്ലക്ഷൻ കാണിക്കും. ഇനി അതെല്ലാം നമ്മുടെ ബാർ മാഗ്നറ്റ് നമ്മൾ സ്റ്റേഷനറി ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ അവിടെ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഒന്നും കാണിക്കുക, 0 മാർക്കിലായിരിക്കും നമ്മുടെ ഗാൽവനോമീറ്റർ റെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഫാരഡേയുടെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്. ഇനി നമുക്ക് അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ നോക്കാം. When a bar magnet is placed near a coil, a number of line of force passes through it. ഒരു ബാർ മാഗ്നറ്റ് ഈസ് പ്ലേസ്ഡ് നിയർ എ കോയിലിനടുത്തൊരു ബാർ മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? എ നമ്പർ ഓഫ് ലൈൻ ഓഫ് ഫോഴ്സ് പാസസ് ത്രൂ ഇറ്റ്. കണ്ടോ? ആസ് ദ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ക്ലോസർ ടു ദ കോയിൽ, ദ മാഗ്നറ്റിക് ഫ്ലക്സ് linked with the coil increases and induced EMF and hence an induced current is set up in the coil in one direction. Okay, അപ്പോൾ നമ്മുടെ when a bar magnet is placed near a coil, a number of line of force passes through it. അപ്പോൾ നമ്മുടെ ബാർ മാഗ്നറ്റ് നമ്മളൊരു കോയിലിനടുത്ത് വെച്ചാൽ അവിടെ നമ്പർ ഓഫ് ലൈൻ ഓഫ് ഫോഴ്സ് ആയിരിക്കും അതിലൂടെ പാസ് ചെയ്ത് പോകുന്നത്. ഇനി നമ്മുടെ മാഗ്നറ്റ് മൂവ് ക്ലോസർ ടു ദ കോയിലിനടുത്തേക്കല്ലേ ഫസ്റ്റ് കേസിൽ കൊണ്ടുവന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ദ മാഗ്നറ്റിക് ഫ്ലക്സ് മീൻസ് മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ഇൻക്രീസസ് ആൻഡ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് ഹെൻസ് ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഈസ് സെറ്റപ്പ് ഇൻ ദ കോയിൽ ഇൻ വൺ ഡയറക്ഷൻ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമ്മളൊരു ബാർ മാഗ്നറ്റ് കൊണ്ടുവന്ന് ഒരു കോയിലിനടുത്ത് വെക്കുമ്പോൾ അവിടെ നമ്പർ ഓഫ് ലൈൻ ഓഫ് ഫോഴ്സ് ആണ് ഉണ്ടാകുന്നത്. നമ്പർ ഓഫ് ലൈൻ ഓഫ് ഫോഴ്സ് അതിന് ചുറ്റുമാണ്, ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി നമ്മൾ ആ ബാർ മാഗ്നറ്റ് എങ്ങോട്ട് നമ്മുടെ കോയിലിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുമ്പം ദി മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ഇൻക്രീസസ്. മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ഇൻക്രീസ് ചെയ്യും, അതുപോലെ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മൾ പഠിച്ചത് ഇൻഡ്യൂസ്ഡ് കറൻറ്റ് സെറ്റപ്പ് ചെയ്യും ഇൻ വൺ ഡയറക്ഷൻ. ഓക്കെ, ഇൻ സെക്കൻഡ് കേസ് ആസ് ദ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് എവേ ഫ്രം ദ കോയിൽ, മാഗ്നറ്റ് കോയിലിൽ നിന്ന് നമ്മൾ അകറ്റിക്കൊണ്ടുപോകില്ലേ, അപ്പോൾ ദി മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ഡിക്രീസസ് ആൻഡ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് ഹെൻസ് ആൻ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഈസ് സെറ്റപ്പ് ഇൻ ദ കോയിൽ ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആയിരിക്കും. അപ്പം നമ്മുടെ ബാർ മാഗ്നറ്റ് കോയിലിൽ നിന്നും അകത്തിക്കൊണ്ടുപോകുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ഡിക്രീസസ് ആണ് ആൻഡ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് ഹെൻസ് ആൻ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഈസ് സെറ്റപ്പ് ഇൻ ദ കോയിൽ ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഓക്കെ, as soon as the relative motion between the magnet and the coil ceases, മാഗ്നറ്റും കോയിലും തമ്മിലുള്ള ആ മൂവ്മെൻറ്റ് ഇല്ലാതായപ്പോൾ, അത് സ്റ്റോപ്പ് ആയപ്പോൾ ദി മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ സ്റ്റോപ്സ് ചേഞ്ചിങ്. അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നില്ല. സോ ഇത് ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ത്രൂ ദ കോയിൽ ബിക്കം 0. ഓക്കെ, അതാണ് നമ്മുടെ എക്സ്പ്ലനേഷൻ. അപ്പോൾ അത് ആ ഡയഗ്രാം വെച്ച് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞത് നമ്മുടെ കോയിലിനടുത്തേക്ക് നമ്മുടെ ബാർ മാഗ്നറ്റ് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ, കോയിലിനടുത്തേക്ക് നമ്മൾ ബാർ മാഗ്നറ്റ് കൊണ്ടുവന്ന് വെച്ചപ്പോൾ നമ്പർ ഓഫ് ലൈൻ ഓഫ് ഫോഴ്സ് പാസിങ് ത്രൂ ഇറ്റ്. ഓക്കെ, പിന്നെ നമ്മുടെ ബാർ മാഗ്നറ്റ് കോയിലിനടുത്തേക്ക് മൂവ് ചെയ്തപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ഇൻക്രീസസ്. Magnetic flux linked with the coil increases means an induced EMF is generated there. Induced EMF generated means an induced current is set up in the coil in one direction. ഓക്കെ, പിന്നെ നമ്മുടെ ബാർ മാഗ്നറ്റ് കോയിലിൻ്റെ അടുത്ത് നിന്ന് മൂവ് എവേ ഫ്രം ദ കോയിൽ വന്നപ്പോൾ ദി മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ഡിക്രീസസ് ആൻഡ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് ഹെൻസ് ഇൻഡ്യൂസ്ഡ് കറൻറ്റ് സെറ്റപ്പ് ഇൻ ദ കോയിൽ ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷനാണ്. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ നമ്മുടെ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കാൻ തുടങ്ങി. ഇനി അതെല്ലാം നമ്മുടെ ബാർ മാഗ്നറ്റും അതുപോലെ തന്നെ നമ്മുടെ കോയിലും റെസ്റ്റിലാണെങ്കിൽ, അതിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ സീസ് ചെയ്തിരിക്കുകയാണെങ്കിൽ ദി മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ സ്റ്റോപ്സ് ചേഞ്ചിങ് ആൻഡ് സോ ദി ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ത്രൂ ദ കോയിൽ ബിക്കം 0. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. ഇനി എക്സ്പെരിമെൻറ്റ് 2 എന്താണെന്ന് നോക്കാം. എക്സ്പെരിമെൻറ്റ് 2 ഇൻഡ്യൂസ്ഡ് EMF വിത്ത് എ സ്റ്റേഷനറി മാഗ്നറ്റ് ആൻഡ് മൂവിങ് കോയിൽ. അപ്പോൾ നമ്മുടെ അടുത്ത കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റേഷനറി മാഗ്നറ്റ് ആൻഡ് മൂവിങ് കോയിൽ. മാഗ്നറ്റ് നമ്മൾ സ്റ്റേഷനറി ആക്കി വയ്ക്കുക. ഓക്കെ,
എന്നിട്ട് നമ്മൾ കോയിലിനെ മൂവ് ചെയ്യിപ്പിക്കുക. കോയിലിനെ നമ്മൾ എങ്ങോട്ട്? നമ്മുടെ മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ അതിനെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് മൂവ് ചെയ്യിപ്പിക്കുക. ഓക്കെ. ഫാസ്റ്റർ ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ മാഗ്നറ്റ് ആൻഡ് ദ കോയിൽ, ഗ്രേറ്റർ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ആൻഡ് ലാർജർ ഈസ് ദ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് സെറ്റപ്പ് ഇൻ ദ കോയിൽ. അപ്പോൾ എന്തുമാത്രം ഫാസ്റ്റായിട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്, എത്ര ഫാസ്റ്റായിട്ടാണ് നമ്മൾ ഈ കോയിൽ മൂവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ചേഞ്ച് വരുന്നത് ഗ്രേറ്റർ ചേഞ്ച് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പോൾ ഗ്രേറ്റർ ചേഞ്ച് ഉണ്ടായപ്പോഴത്തേക്കും ഇൻഡ്യൂസ്ഡ് കറൻറ്റ് സെറ്റപ്പ് ഇൻ ദ കോയിൽ ഈസ് ഓൾസോ ഗ്രേറ്റർ ആയിരിക്കും. അതാണ് അടുത്ത എക്സ്പെരിമെൻറ്റ് പറയുന്നത്. കണ്ടോ? സിമിലർ റിസൾട്ട്സ് ആസ് ഇൻ എക്സ്പെരിമെൻറ്റ് 1 ആർ ഒബ്റ്റെയിൻഡ് ഇഫ് ദി മാഗ്നറ്റ് ഈസ് ഹെൽഡ് സ്റ്റേഷനറി ആൻഡ് ദ കോയിൽ ഈസ് മൂവ്ഡ്. സെയിം എഫക്റ്റ് തന്നെയായിരിക്കും. വെൻ ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ കോയിൽ ആൻഡ് ദി മാഗ്നറ്റ് ഈസ് ഫാസ്റ്റ്, ദി ഡിഫ്ലക്ഷൻ ഇൻ ദ ഗാൽവനോമീറ്റർ ഈസ് ലാർജ് ആൻഡ് വെൻ ദ റിലേറ്റീവ് മോഷൻ ഈസ് സ്ലോ, ദി ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ഈസ് സ്മോൾ. അപ്പം നമ്മുടെ ഗാൽവനോമീറ്ററിൻ്റെ നമ്മുടെ കോയിൽ മൂവ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും ഗാൽവനോമീറ്ററിന് ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. നമ്മുടെ കോയിൽ മൂവ് ചെയ്യുന്ന ഫാസ്റ്റർ മൂവ്മെൻ്റ് ആണ് ഗാൽവനോമീറ്ററിന് ഡിഫ്ലക്ഷൻ ഫാസ്റ്റർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കോയിൽ മൂവ് ചെയ്യുന്നത് അതിൻ്റെ മോഷൻ റിലേറ്റീവ് മോഷൻ സ്ലോ ആണെങ്കിൽ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ഈസ് ഓൾസോ സ്മോൾ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ആ കേസും നന്നായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഇനി എക്സ്പെരിമെൻറ്റ് 3ൽ ഇൻഡ്യൂസ്ഡ് EMF ബൈ വേരിയിങ് കറൻറ്റ് ഇൻ ദ നെയ്ബറിങ് കോയിൽ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്ന 2 കോയിൽസ് ആണ് P ആൻഡ് S എന്ന് പറയുന്നത്. ഓക്കെ. 2 കോയിൽസ് P ആൻഡ് S വൂണ്ട് ഇൻഡിപെൻഡൻ്റ്ലി ഓൺ എ സിലിണ്ട്രിക്കൽ സപ്പോർട്ട്. കണ്ടോ? ഒരു സിലിണ്ട്രിക്കൽ സപ്പോർട്ടിലാണ് നമ്മുടെ 2 കോയിൽ വൂണ്ട് ചെയ്തിരിക്കുന്നത്. ദ കോയിൽ P ഈസ് കോൾഡ് ദ പ്രൈമറി കോയിൽ, ഈസ് കണക്റ്റഡ് ടു എ ബാറ്ററി ആൻഡ് എ റിയോസ്റ്റാറ്റ് ത്രൂ എ ടാപ്പിംഗ് കീ. റിയോസ്റ്റാറ്റ് ഉണ്ട്, ബാറ്ററി ഉണ്ട്, ടാപ്പിംഗ് കീ ഉണ്ട്. ഇതാണ് നമ്മുടെ പ്രൈമറി കോയിൽ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ദിസ് വൺ, സെക്കൻഡ് വൺ. This is called primary coil and this is called the secondary coil. This is secondary coil. The coil S is called the secondary coil and is connected to a sensitive galvanometer. ഇവിടെ ഒരു സെൻസിറ്റീവ് ഗാൽവനോമീറ്ററിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി when the tapping key, ഇവിടെ ഒരു ടാപ്പിംഗ് കീ വെച്ചിട്ടുണ്ട്. when the tapping key is pressed, the galvanometer shows a momentary deflection in one direction. ഈ ഗാൽവനോമീറ്റർ ഒരു ഡയറക്ഷനിലേക്ക് ഒരു മൊമെൻ്ററി ഡിഫ്ലക്ഷൻ കാണിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തപ്പം നമ്മൾ ടാപ്പിംഗ് കീ പ്രസ്, ഇതാണ് ടാപ്പിംഗ് കീ എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തു. പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കാൻ തുടങ്ങി. എങ്ങോട്ട്? ഒരു വൺ ഡയറക്ഷനിലേക്ക്. ഇനി നമ്മളിവിടെ നിന്ന് കീ റിലീസ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇറ്റ് അഗെയിൻ ഷോ എ മൊമെൻ്ററി ഡിഫ്ലക്ഷൻ ബട്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് 2 കോയിൽസ് ആണ് P ആൻഡ് S എന്ന് പറയുന്നത്. P ആൻഡ് S എന്ന് പറയുന്ന കോയിലാണ്. ഓക്കെ. പിയും അതുപോലെ തന്നെ എസ്സും. പിക്കാണ് നമ്മൾ പ്രൈമറി കോയിൽ എന്ന് പറയുന്നത്, എസ്സിനാണ് നമ്മൾ സെക്കൻഡറി കോയിൽ എന്ന് പറയുന്നത്. പ്രൈമറി കോയിലുമായിട്ട് അസോസിയേറ്റ് ബാറ്ററി ഉണ്ട്, ടാപ്പിംഗ് കീ ഉണ്ട്, റിയോസ്റ്റാറ്റ് ഉണ്ട്. സെക്കൻഡറി കോയിലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ടാപ്പിംഗ് കീ ആദ്യം നമ്മൾ പ്രസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഗാൽവനോമീറ്റർ ഒരു ഡിഫ്ലക്ഷൻ കാണിച്ചു ഇൻ വൺ ഡിറക്ഷൻ. വെൻ ദ കീ ഈസ് റിലീസ്ഡ് ഇറ്റ് അഗെയിൻ ഷോസ് എ മൊമെൻ്ററി ഡിഫ്ലക്ഷൻ ബട്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് അവിടെ ഡിഫ്ലക്ഷൻ കാണിച്ചത്. ഓക്കെ. ഇനി എന്താണ് റീസൺ നോക്കാം നമുക്ക്. ഇഫ് ദ ടാപ്പിംഗ് കീ ഈസ് കെപ്റ്റ് പ്രസ് ആൻഡ് സ്റ്റഡി കറൻറ്റ് ഫ്ലോസ് ടു ദ പ്രൈമറി കോയിൽ, ദി ഗാൽവനോമീറ്റർ ഡസ് നോട്ട് ഷോ എനി ഡിഫ്ലക്ഷൻ. ഓക്കെ. നമ്മുടെ ടാപ്പിംഗ് കീ നമ്മൾ പ്രസ് ചെയ്തു. അപ്പോൾ സ്റ്റഡി കറൻറ്റാണ് നമ്മുടെ പ്രൈമറി കോയിലൂടെ പാസ് ചെയ്തു പോയത്. സ്റ്റഡി കറൻറ്റ് പാസ് ചെയ്തു പോയാൽ അവിടെ മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സിന് ചേഞ്ച് ഉണ്ടാകുന്നില്ല. മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സിന് ചേഞ്ച് ഉണ്ടായെങ്കിൽ മാത്രമേ അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുള്ളൂ. അവിടെ EMF ഇൻഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഗാൽവനോമീറ്റർ ഷോസ് ഡിഫ്ലക്ഷൻ. ബട്ട് ഹിയർ ദി ഗാൽവനോമീറ്റർ ഡസ് നോട്ട് ഷോസ് എനി ഡിഫ്ലക്ഷൻ. ഗാൽവനോമീറ്റർ അവിടെ ഡിഫ്ലക്ഷൻ ഒന്നും പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഓർത്തോണം, ഇപ്പോൾ എന്ത് സംഭവിച്ചു? സ്റ്റഡി കറൻറ്റ് ഫ്ലോസ് ത്രൂ ദ പ്രൈമറി കോയിൽ. ദി ഗാൽവനോമീറ്റർ ഡസ് നോട്ട് ഷോ എനി ഡിഫ്ലക്ഷൻ. സെക്കൻഡ്. ഓക്കെ. അടുത്തത്, as the current in the primary coil is increased with the help of a rheostat, the induced current flows in the secondary in the same direction as that at the make of the primary circuit.
അപ്പോൾ ആസ് ദ കറൻറ്റ് ഇൻ ദ പ്രൈമറി കോയിൽ ഈസ് ഇൻക്രീസ്ഡ്, അപ്പോൾ നമുക്ക് റിയോസ്റ്റാറ്റ് ഉണ്ട് അതിനകത്ത്. റിയോസ്റ്റാറ്റ് വെച്ച് നമ്മൾ പ്രൈമറി കോയിലെ കറൻറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഫ്ലോസ് ഇൻ ദ സെക്കൻഡറി കോയിൽ ഓൾസോ ഇൻ ദി സെയിം ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ നമ്മൾ ആസ് ദ കറൻറ്റ് ഇൻ ദ പ്രൈമറി കോയിൽ ഈസ് ഇൻക്രീസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റിയോസ്റ്റാറ്റ്, ദി ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഫ്ലോസ് ഇൻ ദ സെക്കൻഡറി ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദാറ്റ് ദി മേക്ക് ഓഫ് ദി പ്രൈമറി സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈമറി കോയിലിൽ റിയോസ്റ്റാറ്റ് വെച്ചിട്ട് കറൻറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഫ്ലോസ് ഇൻ ദ സെക്കൻഡറി കോയിൽ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഓക്കെ, ആസ് ദ കറൻറ്റ് ഇൻ ദ പ്രൈമറി കോയിൽ ഈസ് ഡിക്രീസ്ഡ്, നമ്മൾ പ്രൈമറി കോയിൽ കറൻറ്റ് ഡിക്രീസ് ചെയ്തപ്പോൾ ദി ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഫ്ലോസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദാറ്റ് അറ്റ് ദ ബ്രേക്ക് ഓഫ് ദി പ്രൈമറി സർക്യൂട്ട്. ഇത് മേക്ക് ഓഫ് ദി പ്രൈമറി സർക്യൂട്ട് ആണെങ്കിൽ ഇത് ബ്രേക്ക് ഓഫ് ദി പ്രൈമറി സർക്യൂട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആസ് ദി കറൻറ്റ് ഇൻ ദ പ്രൈമറി കോയിൽ ഈസ് ഡിക്രീസ് ചെയ്തപ്പോൾ ദി ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഫ്ലോസ് ഇൻ ദ സെയിം ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങി. എന്തിന്? ആൻഡ് ദാറ്റ് ബ്രേക്ക് ഓഫ് ദ പ്രൈമറി സർക്യൂട്ട്. ഇനി ദ ഡിഫ്ലക്ഷൻ ഇൻ ദ ഗാൽവനോമീറ്റർ ബിക്കം ലാർജർ ഇഫ് യു യൂസ് എ സിലിണ്ട്രിക്കൽ സപ്പോർട്ട് മെയ്ഡ് ഓഫ് അയൺ. ഇനി നമ്മൾ ഒരു സിലിണ്ട്രിക്കൽ സപ്പോർട്ടാണ്, നമ്മൾ അയൺ കൊണ്ടുണ്ടാക്കിയ ഒരു സിലിണ്ട്രിക്കൽ സപ്പോർട്ടായിരുന്നെങ്കിൽ ദി ഗാൽവനോമീറ്റർ ഷോസ് ഡിഫ്ലക്ഷൻ, ലാർജർ ഡിഫ്ലക്ഷൻ ആയിരിക്കും ഗാൽവനോമീറ്റർ കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞൊരു ടാപ്പിംഗ് കീ നമ്മൾ പ്രസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഗാൽവനോമീറ്റർ മൊമെൻ്ററിൽ ഡിഫ്ലക്ഷൻ കാണിക്കാൻ ഒരു വൺ ഡിറക്ഷനിലേക്ക്. വെൻ ദ കീ റിലീസ് ചെയ്തപ്പോൾ നമ്മുടെ ഗാൽവനോമീറ്റർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു മൊമെൻ്ററിൽ ഡിഫ്ലക്ഷൻ കാണിച്ചു. ഓക്കെ, അപ്പോൾ ടാപ്പിംഗ് കീ പ്രസ് ചെയ്ത സമയത്ത് കെപ്റ്റ് പ്രസ്ഡ്, അങ്ങനെ പ്രസ് ചെയ്ത് വെക്കുന്ന സമയത്ത്, പ്രസ് ചെയ്ത് ആ കെപ്റ്റ് കോൺസ്റ്റൻ്റായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റഡി കറൻറ്റ് ഫ്ലോസ് ത്രൂ ദി പ്രൈമറി കോയിൽ ആൻഡ് ദി ഗാൽവനോമീറ്റർ ഡസ് നോട്ട് ഷോ എനി ഡിഫ്ലക്ഷൻ. ഓക്കെ, ഇനി ആസ് ദ കറൻറ്റ് ഇൻ ദി പ്രൈമറി കോയിൽ ഇൻക്രീസ് ചെയ്യുമ്പം നമ്മൾ റിയോസ്റ്റാറ്റ് വെച്ചിട്ട് പ്രൈമറി കോയിലിൽ കറൻറ്റ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഇത് ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഫ്ലോസ് ഇൻ ദ സെക്കൻഡറി ഇൻ ദ സെയിം ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും. ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഫ്ലോസ് ഇൻ ദ സെക്കൻഡറി ഇൻ ദ സെയിം ഡയറക്ഷൻ ആൻഡ് മേക്ക് ഓഫ് ദി പ്രൈമറി സർക്യൂട്ട്. പക്ഷേ കറൻറ്റ് ഇൻ ദ പ്രൈമറി കോയിൽ നമ്മൾ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഫ്ലോസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആൻഡ് ആസ് ദാറ്റ് ദ ബ്രേക്ക് ഓഫ് ദി പ്രൈമറി സർക്യൂട്ടാണ്. നമ്മളിനി യൂസ് ചെയ്തത് സിലിണ്ട്രിക്കൽ സപ്പോർട്ടിലാണ് നമ്മൾ നമ്മുടെ പ്രൈമറി ആൻഡ് സെക്കൻഡറി കോയിൽ വൂണ്ട് ചെയ്തിരുന്നെങ്കിൽ ദ ഡിഫ്ലക്ഷൻ ഇൻ ദി ഗാൽവനോമീറ്റർ ബിക്കം ലാർജർ ആയിരിക്കും അവിടുത്തെ ഡിഫ്ലക്ഷൻ ഇൻ ദ ഗാൽവനോമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കണ്ടേ എന്താണ്? ഓക്കെ, വെൻ ദ കറൻറ്റ് ഫ്ലോസ് ത്രൂ ദ കോയിൽ ദി മാഗ്നറ്റിക് ഫീൽഡ് ഗെറ്റ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. നമുക്കറിയാലോ, ഒരു കോയിലൂടെ കറൻറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആസ് ദ പ്രൈമറി സർക്യൂട്ട് ഈസ് ക്ലോസ് ദി കറൻറ്റ് ത്രൂ ഇറ്റ് ഇൻക്രീസസ് ഫ്രം 0 ടു എ സർട്ടൺ സ്റ്റഡി വാല്യൂ. അപ്പോൾ നമ്മൾ പ്രൈമറി സർക്യൂട്ട് ക്ലോസ് ചെയ്തു, ടാപ്പിംഗ് കീ വെച്ച് പ്രൈമറി സർക്യൂട്ട് ക്ലോസ് ചെയ്തപ്പോൾ ഇത് കറൻറ്റ് ത്രൂ ഇറ്റ് ഇൻക്രീസസ് ഫ്രം 0 ടു എ സർട്ടൺ സ്റ്റഡി വാല്യൂ. കറൻറ്റ് 0യിൽ നിന്നൊരു സർട്ടൺ സ്റ്റഡി വാല്യൂയിലേക്ക് പെട്ടെന്ന് ഇൻക്രീസായി. ദി മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ പ്രൈമറി ആൻഡ് ഹെൻസ് ദി സെക്കൻഡറി ഓൾസോ ഇൻക്രീസസ്. അപ്പം പ്രൈമറിയിലെയും അതുപോലെ സെക്കൻഡറിയിലുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്തു. ദിസ് സെറ്റപ്പ് ആൻഡ് ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഇൻ ദി സെക്കൻഡറി കോയിൽ ഇൻ വൺ ഡിറക്ഷൻ. അപ്പം അവിടെ പ്രൈമറി ആൻഡ് സെക്കൻഡറിയോട് അസോസിയേറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ആൻഡ് ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഇൻ ദ സെക്കൻഡറി കോയിൽ ഇൻ വൺ ഡിറക്ഷനിൽ ഇൻക്രീസ് ചെയ്തു അല്ലേ? ആൻഡ് ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഇൻ ദ സെക്കൻഡറി കോയിൽ ഇൻക്രീസസ് ഇൻ വൺ ഡിറക്ഷൻ. ആസ് ദ പ്രൈമറി സർക്യൂട്ട് ഈസ് ബ്രോക്കൺ. ഓക്കെ, നമ്മൾ ടാപ്പിംഗ് കീ പ്രസ് ചെയ്തത് നമ്മൾ റിലീസ് ചെയ്തപ്പോൾ കറൻറ്റ് ഡിക്രീസസ് ഫ്രം എ സ്റ്റഡി വാല്യൂ ടു 0. സ്റ്റഡി വാല്യൂവിൽ നിന്ന് 0യിലേക്ക് പെട്ടെന്നെത്തി. ദി മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദ സെക്കൻഡറി കോയിൽ ഡിക്രീസസ്. സെക്കൻഡറി കോയിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഡിക്രീസായി. മാഗ്നറ്റിക് ഫ്ലക്സ് ഡിക്രീസ് ആയപ്പോൾ ആൻഡ് ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഈസ് സെറ്റപ്പ് ഇൻ ദ സെക്കൻഡറി കോയിൽ ബട്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡിക്രീസ് ചെയ്തു, സെക്കൻഡറിയിലുള്ളത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഡിക്രീസ് ചെയ്തു. ആൻഡ് ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഈസ് സെറ്റപ്പ് ഇൻ ദ സെക്കൻഡറി കോയിൽ ബട്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ദെൻ വെൻ എ സ്റ്റഡി കറൻറ്റാണ് നമ്മുടെ പ്രൈമറി കോയിലൂടെ ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ദി മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ പ്രൈമറി കോയിൽ ഡസ് നോട്ട് ചേഞ്ച് ആൻഡ് നോ കറൻറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി കോയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാപ്പിംഗ്
കീ ക്ലോസ് ചെയ്തപ്പോഴത്തേക്കും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് കറണ്ട് സീറോയിൽ നിന്ന് സ്റ്റഡി വാല്യൂയിലേക്ക് എത്തും. സീറോയിൽ നിന്ന് സ്റ്റഡി വാല്യൂയിലേക്ക് അതിങ്ങനെ റൈസ് ചെയ്ത് വരുന്ന സമയത്ത് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകും. മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോഴത്തേക്കും അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ജനറേറ്റ് ചെയ്യും. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലോ ചെയ്യും ഇൻ ദ വൺ ഡിറക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ ടാപ്പിംഗ് കീ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൈമറി സർക്യൂട്ട് ബ്രേക്ക് ആവുകയാണ്. ദി കറണ്ട് ഡിക്രീസസ് ഫ്രം എ സ്റ്റഡി വാല്യൂ ടു സീറോ. ദെൻ ദി മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ദ സെക്കൻഡറി കോയിൽ ഡിക്രീസസ് ആവും. അപ്പോഴും അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് സെറ്റപ്പ് ചെയ്യും, പക്ഷേ ദാറ്റ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആയിരിക്കും. ഓക്കെ, പിന്നെ സ്റ്റഡി കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ കറണ്ട് ഗ്രോ ഇല്ലെങ്കിൽ, ഗ്രോ ഉണ്ടെങ്കിലേ നമ്മുടെ പ്രൈമറി സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ ചെയ്തെങ്കിൽ മാത്രമേ കറണ്ട് ഗ്രോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കറണ്ട് ഡീക്ലൈൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുള്ളൂ. അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായെങ്കിൽ മാത്രമേ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടൂ. ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഇൻഡ്യൂസ്ഡ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. നമ്മുടെ കറണ്ട് സീറോയിൽ നിന്ന് ഒരു മാക്സിമം സ്റ്റഡി വാല്യൂവിൽ എത്തിക്കഴിഞ്ഞ് അവിടെ സ്റ്റഡി ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നില്ല. മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഇല്ലെങ്കിൽ നോ കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി കോയിൽ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ എക്സ്പെരിമെൻറ്റിൽ നിന്നെല്ലാം നമുക്ക് കിട്ടിയ കൺക്ലൂഷൻസ് എന്തെന്നാൽ വെൻ എവർ ദി മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ക്ലോസ്ഡ് സർക്യൂട്ട് ചേഞ്ചസ് ആൻഡ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആൻഡ് ഹെൻസ് ആൻഡ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് സെറ്റപ്പ് ഇൻ ഇറ്റ്. അപ്പം നമ്മൾ ഈ ചെയ്ത ആക്ടിവിറ്റീസിലെല്ലാം നമ്മൾ മാഗ്നറ്റ് മൂവ് ചെയ്യിപ്പിച്ചപ്പോഴും കോയിൽ മൂവ് ചെയ്യിപ്പിച്ചപ്പോഴും പ്രൈമറി സർക്യൂട്ടിലെ കറണ്ട് പാസ് ചെയ്യിപ്പിച്ചപ്പോഴത്തും അത് കറണ്ട് റിലീസ് ചെയ്തപ്പോഴും സർക്യൂട്ട് ബ്രോക്കൺ ആക്കിയ സമയത്തും എല്ലാം വെൻ എവർ ദി മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ ക്ലോസ്ഡ് സർക്യൂട്ട് ചേഞ്ചസ് ആൻഡ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആൻഡ് ഹെൻസ് ആൻ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് സെറ്റപ്പ് ഇൻ ഇറ്റ്. ഓക്കെ, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ടും അവിടെ സെറ്റപ്പ് ചെയ്യും. ഇനി ദ ഹയർ ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ക്ലോസ്ഡ് സർക്യൂട്ട് ദി ഗ്രേറ്റർ ഈസ് ദി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഫോർ കറണ്ട്. കണ്ടോ, അപ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സിന് എത്ര കണ്ട് ഹയർ റേറ്റിലാണോ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നത് അത്ര കണ്ട് ഹയർ റേറ്റിൽ തന്നെ ഇ എം എഫ് അല്ലെങ്കിൽ കറണ്ട് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് അതിനകത്ത് പഠിച്ചു വയ്ക്കണം. കാരണം എക്സാമിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോയിൻറ്റ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ലോസ് എന്താണെന്ന് നോക്കാം. 2 ടൈപ്സ് ഓഫ് ലോസ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആയിട്ടുള്ളത്. ഫാരഡേസ് ലോസ് ആണ്. ഫാരഡേസ് ലോസ് വിച്ച് ഗീവ്സ് us the magnitude of the induced EMF. ലെൻസസ് ലോ വിച്ച് ഗീവ്സ് us the direction of the induced EMF. അപ്പോൾ ഫാരഡേസ് ലോസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണെങ്കിൽ ലെൻസസ് ലോ നമുക്ക് തരുന്ന ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആയിരിക്കും. ഫാരഡേ ലോയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണെങ്കിൽ ലെൻസസ് ലോ വിച്ച് ഗീവ്സ് us the ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് ലോ നോക്കാം. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഫസ്റ്റ് ലോ. Whenever the magnetic flux linked with the closed circuit changes, an EMF and hence a current is induced in it, which lasts only so long as the change in flux is taking place. Okay. അപ്പം whenever the magnetic flux linked with the closed circuit changes, അപ്പോൾ നമ്മൾ നമ്മൾ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോഴൊക്കെ അവിടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കറണ്ട്, ഈ ഇൻഡ്യൂസ്ഡ് കറണ്ട് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എപ്പോൾ വരെ ഈ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നു അപ്പോൾ വരെ അതവിടെ ലാസ്റ്റ് ചെയ്യും. ഓക്കെ, ആ ഫിനോമിനയ്ക്കാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ whenever a magnetic flux linked with a closed circuit changes an EMF and hence a current is induced in it, which last only so long as the change in flux is taking place. കണ്ടോ, ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാകുന്ന സമയം വരെ അത് ലാസ്റ്റ് ചെയ്യും. എപ്പോൾ വരെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നു അപ്പോൾ വരെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആൻഡ് ഇൻഡ്യൂസ്ഡ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് ഫാരഡേസ് ഫസ്റ്റ് ലോ. Then second law, the magnitude of the induced EMF is equal to the rate of change of magnetic flux linked with the closed circuit. Okay, the magnitude of the induced EMF is equal to the rate of change of magnetic flux linked with the closed circuit. Okay, induced EMF is equal to the rate of change of magnetic flux. Induced EMF is equal to
d∅dt. അതാണ് നമ്മുടെ ഫാരഡേയ്സിൻ്റെ ഫസ്റ്റ് 2 ലോസ്. കറക്റ്റായിട്ട് ഫാരഡേയുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ലെൻസസ് ലോ. ലെൻസസ് ലോ gives us the direction of the induced EMF ആണ്. ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷനാണ് നമുക്ക് ലെൻസസ് ലോയിൽ നിന്ന് കിട്ടുന്നത്. This law states that the direction of the induced current is such that it opposes the cause which produces it. ഓക്കെ, അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്താണോ കാരണം അതിനെ ഒപ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ആണല്ലോ അവിടെ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് EMF പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ലെൻസസ് ലോ. അതിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ അത് ഡയറക്ഷൻ അങ്ങനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവിടെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതാണ് നമുക്ക് ലെൻസസ് ലോ പറയുന്നത്. ലെൻസസ് ലോയിൽ നിന്ന് ഡയറക്ഷനാണ് കിട്ടുന്നത്. അപ്പോൾ ലെൻസസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദി ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഈസ് സച്ച് ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ദി കോസ് വിച്ച് പ്രൊഡ്യൂസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുന്നത് എങ്ങനെയാണോ അപ്പോൾ ആ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യത്തക്ക രീതിയിലായിരിക്കും ആ കറണ്ട് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ദിസ് ഈസ് നോൺ ആസ് ലെൻസസ് ലോ. അതിനാണ് നമ്മൾ ലെൻസസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദി മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ദി ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് എക്സ്പ്രഷൻ ഫോർ ഇൻഡ്യൂസ്ഡ് EMF. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു d∅dt നമ്മൾ പഠിച്ചതല്ലേ. ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ലെൻസസ് റൂൾ ഫോർ ദ ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF, ഫാരഡേസ് ലോ ടേക്സ് ഇൻ ദ ഫോം ഓഫ് E ഈസ് ഈക്വൽ ടു -d∅dt. നമ്മളെന്താ പറഞ്ഞത്? മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഒപ്പോസ് ചെയ്യത്തക്ക രീതിയിലാണ്, ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യത്തക്ക രീതിയിലാണ് അവിടെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞത് അല്ലേ. അതാണ് നെഗറ്റീവ് സൈൻ വന്നത്. ദി നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദി ഡയറക്ഷൻ ഓഫ് ദി ഇൻഡ്യൂസ്ഡ് EMF ഈസ് സച്ച് ദാറ്റ് ഇറ്റ് ഒപ്പോസസ് ദി ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. നമ്മൾ പറഞ്ഞതല്ലേ, മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യത്തക്ക രീതിയിലായിരിക്കും അവിടെ EMF ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇഫ് ദ കോയിൽ കൺസിസ്റ്റ് ഓഫ് n ടൈറ്റ്ലി വൂൺ ടേൺസ് ഉണ്ടെങ്കിൽ then EMF developed in all these turns will be equal and in the same direction and hence get added up. So total EMF will be E is equal to -n into d∅dt. അപ്പോൾ നമ്മുടെ കോയിൽ n ടൈറ്റ്ലി വൂണ്ടഡ് ടേൺസ് ഉണ്ടെങ്കിൽ n ടേൺസ് ഉണ്ടെങ്കിൽ നമ്മുടെ കോയിൽ കൺസിസ്റ്റ് ഓഫ് n ടൈറ്റ്ലി വൂൺ ടേൺസ് ഉണ്ടെങ്കിൽ അപ്പോൾ EMF ജനറേറ്റ് ചെയ്യുന്നത് എല്ലാ ടേൺസിലുമുള്ള EMF ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആഡപ്പ് ചെയ്താൽ മതി E is equal to -n into d∅dt. ഓക്കെ, ഇഫ് ദ ഫ്ലക്സ് ചേഞ്ചസ് ഫ്രം ∅1 to ∅2 in time t, then the average induced EMF will be E is equal to -n into ∅2 minus ∅1 divided by t ആയിരിക്കും. Phi is in Webers and t in second and E will be in volt. ഓക്കെ, ഇനി നമുക്ക് എക്സ്പ്ലനേഷൻ ഓഫ് ലെൻസസ് ലോ ആണ്. Lenses law states that the direction of induced current in a closed circuit is such that it opposes the cause or the change which produces it. മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, ലെൻസസ് ലോ പറഞ്ഞിരിക്കുന്നത് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്താണോ കോസ്, ആ കോസിനെ ഒപ്പോസ് ചെയ്യത്തക്ക രീതിയിലായിരിക്കും ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, അപ്പം നമുക്ക് ഇഫ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ ക്ലോസ്ഡ് സർക്യൂട്ട് ഇൻക്രീസസ് ഇൻ ദി ഇൻഡ്യൂസ്ഡ് കറന്റ് ഫ്ലോസ് ഇൻ സച്ച് എ ഡയറക്ഷൻ സോ ആസ് ടു ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി ഒറിജിനൽ മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ ഇഫ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ ക്ലോസ്ഡ് സർക്യൂട്ട് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ദി ഇൻഡ്യൂസ്ഡ് കറന്റ് ഫ്ലോസ് ഇൻ സച്ച് എ ഡിറക്ഷൻ സോ ആസ് ടു ക്രിയേറ്റ് ദി മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ ഒറിജിനൽ മാഗ്നറ്റിക് ഫ്ലക്സ്. ഇഫ് ദി മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ക്ലോസ്ഡ് സർക്യൂട്ട് ഡിക്രീസസ് ആണെങ്കിൽ ഇത് ഇൻഡ്യൂസ്ഡ് കറന്റ് ഫ്ലോസ് ഇൻ സച്ച് എ ഡയറക്ഷൻ സോ ആസ് ടു ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ഒറിജിനൽ ഫ്ലക്സ്. കണ്ടോ, അപ്പോൾ നമ്മുടെ ദി മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ക്ലോസ്ഡ് സർക്യൂട്ട് ഇൻക്രീസസ് ആണെങ്കിൽ നമ്മുടെ ഇൻഡ്യൂസ്ഡ് കറന്റിൻ്റെ ഫ്ലോസ് ഇൻ സച്ച് എ ഡയറക്ഷൻ സോ ആസ് ടു ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദി ഒറിജിനൽ മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ക്ലോസ്ഡ് സർക്യൂട്ട് ഇൻക്രീസ് ചെയ്യുമല്ലേ. അപ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും എന്തിനാണ് അവിടെ ഇൻഡ്യൂസ്ഡ് EMF ക്രിയേറ്റ് ചെയ്യുന്നത്? ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? അതിനെങ്ങനെയെങ്കിലും ഡിക്രീസ് ചെയ്യിപ്പിക്കുക.
അപ്പോൾ പിന്നെ ഇൻഡ്യൂസ്ഡ് കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യും? ഇൻ എ ഡയറക്ഷൻ so as to create a magnetic flux in the opposite direction of the original magnetic flux. ഒറിജിനൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഗ്രോ ചെയ്യുന്നത് ഏത് ഡിറക്ഷനിലാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും നമ്മുടെ കറണ്ട്, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഗ്രോ ചെയ്യുന്നത്, ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതല്ല, ഇഫ് ദി മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ക്ലോസ്ഡ് സർക്യൂട്ട് ഡിക്രീസസ് ആണെങ്കിൽ the induced current flows in such a direction so as to create a magnetic flux in the direction of the original flux. കണ്ടോ, മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ക്ലോസ്ഡ് സർക്യൂട്ട് ഡിക്രീസസ് ആണെങ്കിൽ നമ്മുടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അതിനെ ഗ്രോ ചെയ്യിപ്പിക്കാനുള്ള ഡയറക്ഷൻ, ഒറിജിനൽ ഫ്ലക്സിൻ്റെ ഡയറക്ഷനിലേക്ക് അത് ഗ്രോ ചെയ്യും. ഡിക്രീസ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും, ഇൻക്രീസ് ചെയ്യിപ്പിക്കുമ്പോൾ അതിനെ ഡിക്രീസ് ചെയ്യിപ്പിക്കാനാണ് ട്രൈ ചെയ്യുന്നത്. ഇലസ്ട്രേഷൻ ഓഫ് ലെൻസസ് ലോയാണ്. When the north pole of the bar magnet is moved towards a closed circuit, the induced current in the coil flows in the anti-clockwise direction. കണ്ടോ, when the north pole of the bar magnet is moved towards the closed circuit, അപ്പോൾ നമ്മുടെ ക്ലോസ്ഡ് സർക്യൂട്ടിൻ്റെ കണ്ടോ നോർത്ത് പോള്, നമ്മൾ നോർത്ത് പോൾ ഓഫ് ദി ബാർ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് ടുവേഴ്സ് ദ ക്ലോസ്ഡ് സർക്യൂട്ട്, ക്ലോസ്ഡ് കോയിൽ. ഈ ക്ലോസ്ഡ് കോയിലിൻ്റെ അടുത്തേക്ക് നമ്മുടെ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ മൂവ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ നമുക്കറിയാം എന്ത് സംഭവിക്കും, മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസസ്, മനസ്സിലായല്ലോ. അപ്പോൾ കൂടുതൽ എന്തുണ്ടാവും, ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റ് ചെയ്യും. ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഫ്ലോ ചെയ്യുന്നത് അതിന് ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. സോ ഇറ്റ് ഫ്ലോസ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. കണ്ടോ, ഇറ്റ് ഫ്ലോസ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ when the north pole of the bar magnet is moved towards the closed coil, the induced current in the coil moves in the anti-clockwise direction. The face of the coil towards the magnet develops a north polarity. ഇത് ഇങ്ങോട്ട് വരുമല്ലേ, ഇങ്ങോട്ട് വരുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ, ഈ നോർത്ത് പോൾ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്, ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കുവാണ്. മൂവ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ ഇത് ഇങ്ങോട്ട് വന്നാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ ഇതിനെ പുറകോട്ട് ഓടിക്കണം അല്ലേ. നമ്മുടെ ബാർ മാഗ്നറ്റിനെ ഇവിടെ നിന്ന് പുറത്തേക്ക് തള്ളണം. ഇങ്ങോട്ട് തള്ളണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നോർത്ത് പോൾ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ നോർത്ത് പോളാണ്, അപ്പോൾ ഇവിടെ നോർത്ത് പോൾ ക്രിയേറ്റ് ചെയ്യും. നോർത്ത് പോൾ ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് റിപ്പല്ല് ചെയ്യുള്ളൂ അല്ലേ, അല്ലെങ്കിൽ വീണ്ടും ഇതിങ്ങോട്ട് അട്രാക്റ്റ് ചെയ്ത് വരും. അപ്പോൾ ഇവിടെ നോർത്ത് പോൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. നോർത്ത് പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ നോർത്ത് പോൾ തമ്മിൽ എന്തുണ്ടാവും, റിപ്പൾഷൻ ഉണ്ടാകും. കണ്ടോ, ദി ഫേസ് ഓഫ് ദി കോയിൽ ടുവേഴ്സ് ദ മാഗ്നറ്റ് ഡെവലപ്പ് എ നോർത്ത് പൊളാരിറ്റി ആൻഡ് തസ് ഇറ്റ് ഒപ്പോസസ് ദി മോഷൻ ഓഫ് ദി നോർത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റ് ടുവേഴ്സ് ദ കോയിൽ വിച്ച് ഈസ് ആക്ച്വലി ദി കോസ് ഓഫ് ദി ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഇൻ ദ കോയിൽ. ഓക്കെ, അപ്പം ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുവാണ്. ഇൻക്രീസ് ചെയ്യുമ്പോൾ കറൻറ്റ്, ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഇൻക്രീസ് ആവും. അപ്പോൾ ഇവിടുത്തെ കറൻറ്റ് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഫ്ലോ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു നോർത്ത് പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്തു. ഈ നോർത്ത് തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാകും. അപ്പോൾ ഈ കറൻറ്റ് ഫ്ലോ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ഈ അവിടെ എന്താണോ ഈ EMF ഇൻഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന് ഇൻക്രീസ് ആകാൻ എന്താണോ റീസൺ വന്നത് അതിനെ ഒപ്പോസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് കറൻറ്റ് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഫ്ലോ ചെയ്യാൻ തുടങ്ങി, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഫ്ലോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ നോർത്ത് പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ദി മോഷൻ ഓഫ് ദി മാഗ്നറ്റ് ഇൻക്രീസസ് ദി ഫ്ലക്സ് ത്രൂ ദ കോയിൽ. ദി ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ജനറേറ്റ് ഫ്ലക്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആൻഡ് ഹെൻസ് ഒപ്പോസസ് ആൻഡ് റെഡ്യൂസസ് ദ ഫ്ലക്സ്. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ദി മോഷൻ ഓഫ് ദി മാഗ്നറ്റ് ഇൻക്രീസസ് ദി ഫ്ലക്സ് ത്രൂ ദ കോയിൽ. ദി ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ജനറേറ്റ് ഫ്ലക്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആൻഡ് ഹെൻസ് ഒപ്പോസസ് ആൻഡ് റെഡ്യൂസസ് ദി ഫ്ലക്സ്. ഫ്ലക്സ് ഗ്രോ ചെയ്തു, അപ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്യണം. റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഓപ്പോസിറ്റ് ഡിറക്ഷൻ ഫ്ലോ ചെയ്തു. അങ്ങനെയാണ് അതിനെ ഒപ്പോസ് ചെയ്യുക. ഫ്ലക്സിൻ്റെ ഗ്രോയെ ഒപ്പോസ് ചെയ്തത് അങ്ങനെയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് വെൻ ദി നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് ഈസ് ടേക്കൺ അവേ ഫ്രം എ ക്ലോസ്ഡ് കോയിൽ. കണ്ടോ, ക്ലോസ്ഡ് കോയിൽ നമ്മൾ നോർത്ത് പോൾ അങ്ങോട്ട് കൊണ്ടുപോവാണ്, പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് കോയിൽ ഫ്ലോസ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ നിന്ന് ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എങ്ങോട്ട് വരാൻ തുടങ്ങി, ക്ലോക്ക് വൈസ് ഡിറക്ഷനിലേക്ക് ഫ്ലോ ചെയ്തു. മുമ്പേ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലല്ലായിരുന്നോ. ദി ഇൻഡ്യൂസ്ഡ് കറൻറ്റ് കോയിൽ ഫ്ലോസ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ
ആ സീൻ ഫ്രം ദ മാഗ്നറ്റ് സൈഡാണ് കേട്ടോ. അപ്പോൾ ഇത് ഫേസ് ഓഫ് ദി കോയിൽ ടുവേഴ്സ് ദ മാഗ്നറ്റ് ഡെവലപ്സ് എ സൗത്ത് പൊളാരിറ്റി. അപ്പോൾ ഇത് അങ്ങോട്ട് പോകുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഗ്രോ ചെയ്യുന്നത് ഡിക്രീസ് ആകും. ഡിക്രീസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്താ? അതിന് ഇൻക്രീസ് ചെയ്യത്തക്ക രീതിയിൽ. അപ്പോൾ ഇവിടെ സൗത്ത് പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്തു. സൗത്ത് പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഇത് ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, ദി ഫേസ് ഓഫ് ദി കോയിൽ ടുവേഴ്സ് ദ മാഗ്നറ്റ് ഡെവലപ്പ് എ സൗത്ത് പൊളാരിറ്റി ആൻഡ് അട്രാക്ട് ദി നോർത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റ്. That is, the motion of the magnet away from the coil is opposite, which is really the cause of the induced current. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇവിടെ എന്ത് സംഭവിച്ചു? ഇത് ഇവിടെ നിന്ന് ഈ നമ്മുടെ കോയിലിനടുത്ത് നിന്ന് ഇതിനെ അകറ്റിക്കൊണ്ടുപോവുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങി. മാഗ്നറ്റിക് ഫ്ലക്സ് ഡിക്രീസ് ചെയ്തപ്പോഴത്തേക്കും കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്തു. കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുമ്പോൾ ഒരു സൗത്ത് പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്തു. സൗത്ത് പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇതിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് മോഷൻ ഓഫ് ദി മാഗ്നറ്റ് ഡിക്രീസസ് ദി ഫ്ലക്സ് ത്രൂ ദ കോയിൽ. ദി ഇൻഡ്യൂസ്ഡ് കറണ്ട് ജനറേറ്റ് ഫ്ലക്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആൻഡ് ഹെൻസ് ഒപ്പോസസ് ആൻഡ് ഇൻക്രീസസ് ദി ഫ്ലക്സ്. ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. ഇവിടെ ഫ്ലക്സ് നമ്മുടെ മാഗ്നറ്റ് മൂവ് എവേ ഫ്രം ദ കോയിൽ ആയപ്പോഴത്തേക്കും ഫ്ലക്സ് ഡിക്രീസ് ചെയ്തു. അപ്പോൾ കറണ്ട് വേഗം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യിപ്പിച്ച് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യാൻ നോക്കി. ഓക്കെ, അതാണ് അവിടെ സംഭവിച്ചത്. ഫ്ലക്സ് ഇൻക്രീസസ് ദി ഫ്ലക്സ്. ഈ ഫ്ലക്സിനെ ഇൻക്രീസ് ചെയ്യാനാണ് ട്രൈ ചെയ്തത്. ഓക്കെ, ഇനി ലെൻസസ് ലോ ഈസ് എ കൺസിക്വൻസ് ഓഫ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ പഠിച്ചതെല്ലാം മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ ലെൻസസ് ലോ ആൻഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. Okay, whether a magnet is moved towards or away from the closed coil, the induced current always opposes the motion of the magnet as predicted by the Lenz's law. അല്ലേ, whether the magnet is moved towards or away from the closed coil, മാഗ്നറ്റ് ക്ലോസ്ഡ് കോയിലിന് എവേയോ അല്ലെങ്കിൽ ടുവേഴ്സോ മൂവ് ചെയ്യുമ്പോൾ ആൻഡ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഓൾവേസ് ഒപ്പോസസ് ദി മോഷൻ ഓഫ് ദി മാഗ്നറ്റ്. അങ്ങനെയാണല്ലോ നമ്മുടെ ലെൻസസ് ലോ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, വെൻ ദി നോർത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റ് ഈസ് ബ്രോട്ട് ക്ലോസർ ടു എ കോയിൽ, ഇറ്റ്സ് ഫേസസ് ടുവേഴ്സ് ദി മാഗ്നറ്റ് ഡെവലപ്സ് എ നോർത്ത് പൊളാരിറ്റി. നോർത്ത് പോൾ കൊണ്ടുവന്നപ്പോഴത്തേക്ക് നോർത്ത് പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്തു ആൻഡ് ദസ് റിപ്പൽസ് നോർത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റ്. നോർത്ത് പോളും കൂടെ റിപ്പൽ ചെയ്തു. നമ്മളങ്ങനെയല്ലേ പറഞ്ഞത്? നോർത്ത് പൊളാരിറ്റി കൊണ്ടുവന്നപ്പോഴത്തേക്കും ഈ ഇവിടെ മാഗ്നറ്റ് നോർത്ത് പോൾ കൊണ്ടുവന്നപ്പോൾ നോർത്ത് പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്തു. നോർത്ത് പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യാൻ തുടങ്ങി? ഒപ്പോസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ പിന്നെ വർക്ക് ഹാസ് ടു ബി ഡൺ ഇൻ മൂവിങ് ദി മാഗ്നറ്റ് ക്ലോസർ ടു ദ കോയിൽ. അപ്പോൾ ആ കോയിലിൻ്റെ അടുത്തേക്ക് നമ്മുടെ മാഗ്നറ്റിനെ ഇനിയും മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ ആ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. വെൻ ദി നോർത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റ് ഈസ് മൂവ്ഡ് അവേ ഫ്രം ദ കോയിൽ, ഇറ്റ്സ് ഫേസ് ടുവേഴ്സ് ദ മാഗ്നറ്റ് ഡെവലപ്പ് എ സൗത്ത് പൊളാരിറ്റി ആൻഡ് ദസ് അട്രാക്ട് ദി നോർത്ത് പോൾ ഓഫ് ദി മാഗ്നറ്റ്. നമ്മളങ്ങനെ മുമ്പേ പറഞ്ഞത് കണ്ടോ. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവം? ഇവിടെ സൗത്ത് പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവർ തമ്മിൽ അട്രാക്ഷൻ അതിനുണ്ടാവും. അപ്പോൾ ഇതിനെ വീണ്ടും നമുക്ക് ഇവിടുന്ന് വീണ്ടും തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, ഹെൻസ് വർക്ക് ഹാസ് ടു ബി ഡൺ മൂവിങ് എ മാഗ്നറ്റ് away from the coil against this force of attraction. It is this work done against the force of repulsion or attraction that appears as electric energy in the form of induced current. ഈ വർക്ക് ഡൺ against the force of repulsion or attraction that appears as electric energy in the form of induced current. Okay, ദിസ് വർക്ക് ഡൺ. കണ്ടോ, നമ്മൾക്ക് കോയിലിന് അടുത്തേക്ക് കൊണ്ടുചെല്ലുമ്പോഴത്തേക്കും അവിടെ നോർത്ത് പോൾ കൊണ്ടുവരുമ്പോൾ നോർത്ത് പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ രണ്ടും നമ്മൾ റിപ്പൾഷനായി. അപ്പോൾ നമുക്ക് വീണ്ടും അതിനടുത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കോയിലിനെ നമ്മുടെ ബാർ മാഗ്നറ്റിൻ്റെ കോയിലിൽ നിന്നും നമ്മൾ അകറ്റിക്കൊണ്ടുപോയപ്പോൾ അവിടെ എന്ത് വന്നു? സൗത്ത് പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്തു വന്നു. അപ്പോൾ ഇവർ തമ്മിൽ അട്രാക്ഷനായി. അപ്പോൾ ഈ അട്രാക്ഷനെ നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും വർക്ക് ചെയ്യണം. എങ്കിലേ നമുക്ക് ഈ മാഗ്നറ്റ് നമുക്ക് അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. Okay, this work done against the force of repulsion or attraction that appears as electrical energy in the form of induced current. ഈ വർക്ക് ഡൺ ആണ് ഇലക്ട്രിക്കൽ എനർജി ഇൻ ദ ഫോം ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ആയിട്ട് അപ്പിയർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇവിടുന്ന് നോക്കിയാൽ മതി. ദസ് ലെൻസസ് ലോ ഈസ് വാലിഡ് ആൻഡ് ഈസ് എ കൺസിക്വൻസ് ഓഫ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി.
കണ്ടോ? സപ്പോസ് ദി ലെൻസസ് ലോ ഈസ് നോട്ട് വാലിഡ് ദെൻ ദി ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലോസ് ത്രൂ ദ കോയിൽ ഇൻ വൺ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു വൺ ഡിറ്റക്റ്റഡ് ബൈ ദി ലെൻസസ് ലോ. ദി റിസൾട്ടിംഗ് ഫോഴ്സ് ഓൺ ദ മാഗ്നറ്റ് മേക്ക് ഇറ്റ് മൂവ് ഫാസ്റ്റർ ആൻഡ് ഫാസ്റ്റർ. The magnet gains speed and hence kinetic energy without expending an equivalent amount of energy. This set up a perpetual motion machine violating the law of conservation of energy. Thus Lenz's law is valid and is a consequence of law of conservation of energy. അപ്പം suppose that the Lenz's law is not valid. അപ്പോൾ ലെൻസസ് ലോ വാലിഡ് അല്ലെങ്കിൽ, ലെൻസസ് ലോ പറഞ്ഞതുപോലെ ഈ ഡയറക്ഷൻ അങ്ങനെ അല്ലെങ്കിൽ, the induced current flows through the coil in a direction opposite to one detected by the Lenz's law. ലെൻസസ് ലോ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ദിസ് റിസൾട്ടിംഗ് ഫോഴ്സ് ഓൺ ദ മാഗ്നറ്റ് മേക്ക് ഇറ്റ് മൂവ്സ് ഫാസ്റ്റർ ആൻഡ് ഫാസ്റ്റർ. അപ്പോൾ നമ്മുടെ മാഗ്നറ്റ് എന്ത് ചെയ്യും? ഈ ഫോഴ്സ് അല്ലേ, അപ്പോൾ നമ്മുടെ മാഗ്നറ്റ് മൂവ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് കറണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് കറണ്ട് മൂവ് ചെയ്യണമെന്ന്, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലോ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതല്ല, അത് ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ദ റിസൾട്ടിംഗ് ഫോഴ്സ് ഓൺ ദി മാഗ്നറ്റ് മേക്ക് ഇറ്റ് മൂവ് ഫാസ്റ്റർ ആൻഡ് ഫാസ്റ്റർ. അപ്പോൾ നമ്മുടെ മാഗ്നറ്റ് വളരെ സ്പീഡിൽ കോയിലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ദി മാഗ്നറ്റ് ഗെയിൻ സ്പീഡ് ആൻഡ് ഹെൻസ് കൈനറ്റിക് എനർജി വിത്തൗട്ട് എക്സ്പെൻഡിങ് അൻ ഇക്വലൻ്റ് എമൗണ്ട് ഓഫ് എനർജി. കണ്ടോ? അതിന് മാഗ്നറ്റ് ഗെയിൻ സ്പീഡാവും, അതുപോലെ കൈനറ്റിക് എനർജിയും കിട്ടും, വിത്തൗട്ട് എക്സ്പെൻഡിങ് ആൻ ഇക്വലൻ്റ് എമൗണ്ട് ഓഫ് എനർജി എക്സ്പെൻഡ് ചെയ്യാതെ തന്നെ കൈനറ്റിക് എനർജിയും സ്പീഡും ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടും. ദിസ് സെറ്റപ്പ് എ പെർപ്പച്വൽ മോഷൻ മെഷീനായി മാറും. നമ്മുടേത് പെർപ്പച്വൽ മോഷൻ മെഷീനായിട്ട് മാറും. അത് വയലേറ്റിംഗ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയെ വയലേറ്റ് ചെയ്യും. തസ് ലെൻസസ് ലോ ഈസ് വാലിഡ് ആൻഡ് ഈസ് എ കൺസീക്വൻസ് ഓഫ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. കണ്ടോ? അപ്പോൾ ലെൻസസ് ലോ ഈസ് എ കൺസീക്വൻസ് ഓഫ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. അപ്പോൾ ലെൻസസ് ലോ പറയുന്നത് വാലിഡ് അല്ലെങ്കിൽ പിന്നെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും. അപ്പോൾ നമ്മൾ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ നമ്മുടെ കോയിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മാഗ്നറ്റ് മൂവ്സ് ഫാസ്റ്റർ ആൻഡ് ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ സ്പീഡ് കൂടും, കൈനറ്റിക് എനർജി കൂടും, വിത്തൗട്ട് എക്സ്പെൻഡിങ് അൻ ഇക്വലൻ്റ് എമൗണ്ട് ഓഫ് എനർജി. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ മെഷീൻ എന്ന് പറഞ്ഞാൽ പെർപ്പച്വൽ മോഷൻ മെഷീനായിട്ട് മാറും. അത് വയലേറ്റിംഗ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വയലേറ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. So the Lenz's law is valid and is a consequence of the law of conservation of energy. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.